ഏറ്റവും നല്ല ക്ഷമാശീലൻ എന്ന രീതിയിൽ അവാർഡ് കരസ്ഥമാക്കിയ ശ്രീമാൻ KC പൂത്താങ്കേരിക്ക് ദൂരദർശന്റെ അഭിനന്ദനങ്ങൾ. ശ്രീ KC പൂത്താങ്കേരിയുമായി ദൂരദർശൻ നടത്തിയ അഭിമുഖ സംഭാഷണത്തിന്റെ ഏതാനും ഭാഗങ്ങൾ. നമസ്കാരം മിസ്റ്റർ പൂത്താങ്കേരി. നമസ്കാരം. താങ്കൾക്കാണല്ലോ ഈ പ്രാവശ്യത്തെ ക്ഷമാശീലന്റെ അവാർഡ് കിട്ടിയിരിക്കുന്നത്. അതെ. ദൂരദർശന്റെ അഭിനന്ദനങ്ങൾ. 10 മിനിറ്റ് ഞങ്ങൾക്ക് തന്നതിൽ സന്തോഷം. തന്നിട്ടില്ല, തരാൻ പോണല്ലോ. അതെ, തരാൻ പോകുന്നുള്ളൂ. ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ താങ്കളോട് ചോദിച്ചറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ചോദിച്ചോളൂ. ഈ ക്ഷമാശീലൻ എന്ന അവാർഡ് കിട്ടാനുണ്ടായ സാഹചര്യം ഒന്ന് വർണ്ണിക്കാമോ? അവാർഡ് കിട്ടാനുള്ള സാഹചര്യം എന്താണെന്ന് വെച്ചാൽ, ചെറുപ്പത്തിലേ മുതൽ ഞാൻ വളരെ ക്ഷമയുള്ളവനായിരുന്നു വീട്ടുകാരെല്ലാം പറഞ്ഞ്. പിന്നെ ബന്ധുക്കൾ വീട്ടിൽ ചെല്ലുമ്പോൾ അവരും പറയും ഞാൻ വളരെ ക്ഷമയുള്ളവനാണെന്ന്. അങ്ങനെ ബന്ധുക്കളും പറഞ്ഞ്, നാട്ടിലുള്ള ആൾക്കാരെല്ലാം എന്നോട് വളരെ ക്ഷമയുള്ളവനാണെന്ന് പറഞ്ഞ്, അങ്ങനെ മൊത്തത്തിൽ എല്ലാവരും പറഞ്ഞു അങ്ങനെ പറഞ്ഞു. അത് ശരി, അതിരിക്കട്ടെ. ഏത് ഇതാണ്? അല്ല, ഓരോരുത്തർ ഇങ്ങനെ വന്നിട്ട് അതിരിക്കട്ടെ എന്ന് ഓരോന്ന് തരാറുണ്ട്. അതുകൊണ്ട് ചോദിച്ചാൽ ഇതെന്താണോ? ഇത് ദൂരദർശന്റെ മൈക്കാണ്. ആ, ദൂരെ പിടിച്ചോ. അല്ല, കുഴപ്പമില്ല. അപ്പോ ഇങ്ങനെ ഒരു അവാർഡ് കിട്ടുമെന്ന് താങ്കൾ നേരത്തെ പ്രതീക്ഷിച്ചിരുന്നു? ഇല്ല, അവാർഡ് ഇപ്പൊ നമ്മൾ ആരും പ്രതീക്ഷിച്ചിട്ട് കിട്ടുന്നതല്ലല്ലോ. അവാർഡ് അങ്ങനെ കിട്ടുമ്പോൾ കിട്ടും, അത്ര. അവാർഡ് കിട്ടുന്നതിന് വേണ്ടി താങ്കൾ തിരുവനന്തപുരത്ത് പോയി ആരെങ്കിലും സ്വാധീനിക്കുകയുള്ള ഉണ്ടായോ? ഇല്ല, ഞാൻ തിരുവനന്തപുരത്തൊന്നും ഇതുവരെ പോയിട്ടില്ല. ഇല്ല. അപ്പൊ ഈ അവാർഡ് തികച്ചും അപ്രതീക്ഷിതമായിരുന്നു. അതെ, അപ്രതീക്ഷിതമായിരുന്നു. ഇങ്ങനെ ഒരു അവാർഡ് കിട്ടുമ്പോൾ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾ ദേഷ്യപ്പെട്ടില്ല എന്നുള്ളതാണോ എന്റെ തെളിവ്? അതെ, ഞാൻ ഇതുവരെ ആരോടും ദേഷ്യപ്പെട്ടിട്ടില്ല. എന്നാൽ ദൂരദർശൻ ചില കാര്യങ്ങൾ ചോദിച്ചോളൂ. കൊച്ചുകുട്ടികൾ കുസൃതി കാണിക്കുമ്പോൾ നിങ്ങൾക്ക് അവരോട് ദേഷ്യം തോന്നാറില്ലേ? കൊച്ചുകുട്ടികൾ സാധാരണയായിട്ട് കുസൃതി കാണിക്കുമ്പോൾ എനിക്ക് അവരോട് കൂടുതൽ വാത്സല്യം തോന്നാറ്. അത് ശരി. ഭാര്യമാരെന്തെങ്കിലും മറുത്തു പറയുമ്പോൾ അവരോട് നിങ്ങൾക്ക് ദേഷ്യം തോന്നാറില്ലേ? ഭാര്യമാരെന്ന് പറഞ്ഞാൽ നിലവിൽ 3 ഉണ്ടായിരുന്നു, ഒന്ന് ഒളിച്ചോടി പോയി. ബാക്കിയുള്ള 2 എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ തന്നെ എനിക്ക് അവരോട് കൂടുതൽ സ്നേഹമാണ് തോന്നാറുള്ളത്. ദേഷ്യപ്പെടാറില്ല? ഇല്ല. ഈ ട്രാൻസ്പോർട്ട് ബസ്സിന് കൈ കാണിച്ചിട്ട് സ്റ്റോപ്പിൽ നിർത്താതെ പെട്ടെന്ന് കടന്നു പോകുമ്പോൾ എല്ലാവർക്കും ദേഷ്യം തോന്നാറുണ്ട്. താങ്കൾക്ക് എങ്ങനെ ദേഷ്യം വരാറുണ്ടോ? ഇല്ല, ഞാനപ്പോ പ്രൈവറ്റ് ബസ്സിന് പോകും. അത് ശരി. ഈ റെയിൽവേ ടിക്കറ്റ് അടിക്കടി വർദ്ധിപ്പിച്ചപ്പോൾ യാത്രക്കാർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായെന്ന് പലരും പരാതി ഉണ്ടായിരുന്നു. താങ്കൾക്ക് ദേഷ്യം തോന്നിയില്ല റെയിൽവേ? ഇല്ല, ഞാൻ ടിക്കറ്റ് എടുക്കാതെ ഗുഡ്സിലല്ലേ യാത്ര ചെയ്യണം, പിന്നെ റെയിൽവേയുടെ ദേഷ്യപ്പെട്ടിട്ട് കാര്യം. അത് ശരി. ഈ റേഷൻ കാർഡിന് വേണ്ടി നീണ്ട ക്യൂ നിൽക്കേണ്ടി വരിക, ഈ പാമോയിലിന് വേണ്ടി ക്യൂ നിൽക്കേണ്ടി വരിക, അങ്ങനെയൊക്കെ വരുമ്പോൾ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടും ദേഷ്യം തോന്നാറുണ്ട്. താങ്കൾക്ക് എങ്ങനെ ദേഷ്യം തോന്നിയിട്ടുണ്ടോ? റേഷൻ കാർഡ് ഇല്ലാത്ത ഞാൻ പിന്നെ പാമോയിലിന് വേണ്ടി ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല. 4 രൂപ വില ഉണ്ടായിരുന്ന അരിക്ക് 8 രൂപ 8.5 രൂപ വിലയായി. എന്നിട്ട് നിങ്ങൾക്ക് ആരോടും ദേഷ്യം തോന്നണില്ലേ? ഇല്ല. എന്താ? ഞാനിപ്പോ അരിയാഹാരം നിർത്തി, പിന്നെ പകരം പാല് കൂടി തുടങ്ങി. അത് ശരി, പാല് കുടിച്ചാണ് ഇപ്പൊ കഴിയുന്നത്. അപ്പൊ ദേഷ്യം വരാനുള്ള സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഉണ്ടായെങ്കിൽ തന്നെയും എനിക്ക് ദേഷ്യം വരാറില്ല. എന്നാലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ചിലപ്പോ ഒരു 20-22 വയസ്സ് കാലഘട്ടങ്ങളിൽ ചിലപ്പോൾ ദേഷ്യം വന്ന് കാണും. 20-22 കാലഘട്ടത്തിൽ നിന്ന് മാത്രമല്ല, ഞാൻ എന്റെ ജീവിതത്തിൽ എനിക്ക് ഓർമ്മ വെച്ചിട്ട് ഞാൻ ഇതുവരെ ദേഷ്യപ്പെട്ടു. ദൂരദർശന്റെ പഴയ അനുഭവങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ തീർച്ചയായിട്ടും ഇതുപോലെ പറഞ്ഞ പലർക്കും ദേഷ്യം ഉണ്ടായിട്ടുള്ള സാഹചര്യങ്ങൾ ഓർമ്മയുണ്ട്. പക്ഷെ എനിക്ക് ഇതുവരെ ദേഷ്യം വന്നിട്ടില്ല എന്നുള്ളതാണ് എന്റെ. നിങ്ങൾ ഓർത്ത് നോക്കൂ, ഒരു 30-35 വയസ്സ് ഓർക്കാനൊന്നുമില്ല. തീർച്ചയായിട്ടും ദേഷ്യം വന്ന് കാണും. അയ്യോ ഇല്ല, ഞാൻ ദേഷ്യം വരാത്ത മനുഷ്യരില്ല. അതിനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ടാവും. ആരോടും ദേഷ്യപ്പെട്ടു? നോ, ദൂരദർശന വിശ്വസിക്കുന്നില്ല. ദേഷ്യം വന്ന് കാണും, ദേഷ്യം വരും. ദേഷ്യം വരാത്ത മനുഷ്യരുണ്ടാവില്ല. ഒരിക്കലും ദേഷ്യം വരാതിരിക്കില്ല. ഞാൻ ഇതുവരെ ദേഷ്യപ്പെട്ടു. അതെ, ദേഷ്യം വരും. ഇനിയിപ്പോ താനായിട്ട് എന്നെ ദേഷ്യപ്പെടുത്താൻ നിൽക്കുന്നത് കുറെ നേരമായിട്ട് എനിക്ക് തോന്നി. ഞാനൊരു 3-4 ആഴ്ച മുമ്പ് എന്റെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, എന്തോ ഡേവിഡ് ടിവിയുടെ അകത്ത് കയറ്റിട്ട് എന്തോ പ്രശ്നം ഉണ്ടെന്ന് പഠിച്ചു. എന്താണ് നിന്റെ ഉദ്ദേശം? എന്താണ് പട്ടി? എന്താ